നമസ്കാരം. ഇനിയൊരു ലോഹമഹായുദ്ധം ഉണ്ടായാൽ അത് ചിലപ്പോൾ വെള്ളത്തിന് വേണ്ടിയുള്ളതാകും. കാരണം ജലക്ഷാമം ഓരോ ദിവസവും കൂടി വരികയാണ്. കുടിക്കാൻ മാത്രമല്ല, മറ്റടിസ്ഥാന കാര്യങ്ങൾക്ക് പോലും വെള്ളം കിട്ടാക്കനിയായി മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയണം. ഒരു ദിവസം പൈപ്പിൽ വെള്ളം പോയാലോ എന്തെല്ലാം ബുദ്ധിമുട്ടാണല്ലേ. സമയത്ത് സ്കൂളിൽ കുട്ടികളെ വിടാൻ പറ്റില്ല, നേരത്തും കാലത്തും ഓഫീസിൽ പോകാൻ സാധിക്കില്ല, വീട്ടുജോലിയുടെയൊക്കെ താളം തെറ്റും. നമ്മുടെ അന്നത്തെ ദിവസം പൂർണ്ണമായും താറുമാറാകും. പിന്നെ പൈപ്പിൽ വെള്ളം വരുന്നത് നോക്കി ഒരേ ഇരിപ്പാണ്. അടുത്ത 2 വർഷത്തിനുള്ളിൽ ഇന്ത്യ ഉൾപ്പെടെ ലോകത്തെ പല രാജ്യങ്ങളിലും ജലക്ഷാമം രൂക്ഷമാകുമെന്ന് എക്കണോമിക് ഫോറത്തിന്റെ മുന്നറിയിപ്പ് നമ്മുടെ മുമ്പിലുണ്ട്. 2024 ജലക്ഷാമം കൂടുതലുള്ള രാജ്യങ്ങളുടെ എണ്ണം 7 ആയിരുന്നുവെങ്കിൽ 2025 ആയപ്പോഴേക്കും അത് 27 മാറിയിട്ടുണ്ട്. വിശാലമായ മരുഭൂമികളും സമ്പന്നമായ എണ്ണശേഖരത്തിനും പേരുകേട്ടതാണ് ഗൾഫ് മേഖല. വരണ്ട കാലാവസ്ഥയും വർദ്ധിച്ചു വരുന്ന ജനസംഖ്യയും ശുദ്ധജല സ്രോതസ്സുകളെ ബുദ്ധിമുട്ടിക്കുന്ന ഗൾഫ് മേഖലയിലെ ജലക്ഷാമം ഒരു നിർണായക പ്രശ്നം തന്നെയാണ്. ഈ വെല്ലുവിളിയെ നേരിടാൻ നൂതനമായ ജല മാനേജ്മെന്റ് രീതികൾ നടപ്പിലാക്കി വരികയാണ് രാജ്യങ്ങൾ. കുടിവെള്ളത്തിന്റെ പ്രാധാന്യം ഗൾഫ് രാജ്യങ്ങൾക്ക് നന്നായി മനസ്സിലായിട്ടുണ്ട്. സൗദിയിൽ ജലസംരക്ഷണത്തിന് പുതിയ നിയമം നിലവിൽ വന്നു കഴിഞ്ഞുവെന്നാണ് അറിയുന്നത്. പരിസ്ഥിതി ജലകൃഷി മന്ത്രാലയം പുറപ്പെടുവിച്ച പുതിയ എക്സിക്യൂട്ടീവ് ചട്ടങ്ങൾ പ്രകാരം ജലത്തിന്റെയും ജല അടിസ്ഥാന സൗകര്യങ്ങളുടെയും ദുരുപയോഗവുമായി ബന്ധപ്പെട്ട നിയമലംഘനങ്ങൾക്ക് 2 ലക്ഷം റിയാൽ വരെ പിഴ ചുമത്തും. നിയമലംഘനങ്ങൾക്ക് ശക്തമായ ശിക്ഷയും ലഭിക്കും. നഗരമേഖലയിൽ ശരിയായ രീതിയിൽ പ്രവർത്തിക്കാത്ത ബാത്റൂം പൈപ്പുകൾ, ഷവറുകൾ, ഫ്ലഷിംഗ് സംവിധാനങ്ങൾ തുടങ്ങിയവയും കാര്യക്ഷമമല്ലാത്ത പ്ലംബിംഗ് കാരണം വെള്ളം പാഴാക്കി കളയുന്നതും എല്ലാം കുറ്റകരമാണ്. ഇതിന് 10,000 റിയാൽ വരെയാണ് പിഴ ഈടാക്കുക. ജലസംഭരണ ടാങ്കുകളിലെ വിള്ളലുകൾ, ഇൻസുലേഷൻ പ്രശ്നങ്ങൾ, തകരാറുള്ള ഫ്ലോട്ട് വാൽവുകൾ എന്നിവ കാരണം വെള്ളം പാഴാക്കുന്നത് 50,000 റിയാൽ വരെ പിഴ ഈടാക്കാൻ കാരണമായ അനാസ്ഥയായിട്ടാണ് കാണുന്നത്. കുടിവെള്ളം മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി ദുരുപയോഗം ചെയ്യുന്നതാണ് ഏറ്റവും ഗുരുതരമായ നിയമലംഘനം. സംസ്കരിച്ച മലിനജലമോ ലൈസൻസ് ഉള്ള കിണറുകൾ പോലുള്ള ഇതര ജലസ്രോതസ്സുകളോ ഉണ്ടെങ്കിൽ കുടിവെള്ള ടാങ്കിലെ വെള്ളം മറ്റാവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നത് പരമാവധി 2 ലക്ഷം റിയാൽ വരെ പിഴ ഈടാക്കാവുന്ന കുറ്റമാണ്. കെട്ടിടങ്ങളിൽ ഗ്രേ വാട്ടർ സ്റ്റേഷൻ പ്രവർത്തിപ്പിക്കുന്നതിൽ വീഴ്ച വരുത്തിയാൽ 1 ലക്ഷം റിയാലാണ് പിഴ. കാര്യക്ഷമമല്ലാത്ത ജലസേചന സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നതിനും 1 ലക്ഷം റിയാൽ പിഴയായി നൽകേണ്ടി വരും. ചോർന്നൊലിക്കുന്ന ജലസേചന സംവിധാനമോ ആന്തരിക ജലശൃംഖലകളോ പിടിക്കപ്പെട്ടാൽ 10,000 റിയാൽ പിഴയായി കൊടുക്കണം. ഉപഭോക്താക്കൾക്ക് അനുയോജ്യമായ ഭാഷകളിൽ ജലസംരക്ഷണ അവബോധ അറിയിപ്പുകൾ പ്രദർശിപ്പിക്കാത്ത സ്ഥാപനങ്ങളിൽ നിന്ന് 10,000 റിയാൽ പിഴയായി ഈടാക്കും. നാഷണൽ സെന്റർ ഫോർ വാട്ടർ എഫിഷ്യൻസി ആൻഡ് കൺസർവേഷനിൽ ആവശ്യമായ ഡേറ്റ നൽകുന്നതിൽ പരാജയപ്പെടുന്നതുൾപ്പെടെയുള്ള പൊതുലംഘനങ്ങൾക്ക് 5,000 റിയാൽ വരെ പിഴ നൽകണം. സാങ്കേതിക നിയന്ത്രണങ്ങൾ ലംഘിക്കുകയും ഇൻസ്പെക്ടർമാരെ അവരുടെ ചുമതലകൾ നിർവഹിക്കുന്നതിൽ നിന്ന് തടസ്സപ്പെടുത്തുകയും ചെയ്താൽ 50,000 റിയാൽ മുതൽ 10 ലക്ഷം റിയാൽ വരെ പിഴയായി ഈടാക്കും. ഇനി സൂക്ഷിച്ചുപയോഗിച്ചില്ലെങ്കിൽ പ്രവാസികൾ വെള്ളം തൊട്ടാൽ ചിലപ്പോൾ പൊള്ളും. ന്യൂസ് ഡെസ്ക് ഈനാട് മലയാളം.